ഏറ്റവും അവസാനത്തെ ശ്രമം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അവസാനവട്ട ശ്രമമാണ്. 3 ദിവസമാണ് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് കമ്പനിയുമായി കരാറുള്ളത്. 3 ദിവസം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 കരാറുള്ളത്. 3 ദിവസം ആണ് തീരുമാനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത്തരത്തിൽ വിവരം ലഭിച്ചില്ലെങ്കിൽ അതിന് തുടർ നടപടി ആലോചന നടത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത് 3 ദിവസത്തെ കരാർ കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അനുമതി ലഭിച്ചാൽ, സർക്കാർ ആവശ്യപ്പെട്ടാൽ ഈ പരിശോധന നീട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു കാര്യം നിലവിൽ പറഞ്ഞിട്ടില്ല. ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കാമെന്നാണ് കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്കാണ് പരിശോധന ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പരിശോധന അരമണിക്കൂർ വൈകിയാണ് ഇന്ന് തുടങ്ങിയത്. ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പുഴയുടെ ആഴം കൃത്യമായി, അതായത് ആ മണൽത്തിട്ടയൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സിജു പറഞ്ഞതുപോലെ ഒരു തെരച്ചിലിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ 3 ദിവസത്തേക്കാണല്ലോ ഈ ഡ്രഡ്ജറിൻ്റെ ദൗത്യം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടോ? അതായത് ഡ്രഡ്ജർ ദൗത്യം വീണ്ടും നീട്ടിക്കൊണ്ട് പോകേണ്ടി വന്നാൽ എന്തു ചെയ്യണം? അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? അതോ 3 ദിവസത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നതാണോ ഇപ്പോഴത്തെ അവരുടെ ഒരു നിഗമനം കർണാടക ഭരണകൂടത്തിൻ്റെ? ഈ 3 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം മനു, നമുക്കറിയാം ഈ കർണാടകയിൽ ഈ ഷിരൂരിൽ തെരച്ചിൽ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ്. ഓഗസ്റ്റ് 16-ന് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തും. അതായത് 3 ദിവസത്തിനകം ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്ന ഒരു വാഗ്ദാനമാണ് നൽകിയത്. പക്ഷേ നമ്മൾ നോക്കണം, ഡ്രഡ്ജർ എത്തുമ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു. 1 മാസവും 4 ദിവസവും പിന്നിട്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഡ്രഡ്ജർ എവിടെ എത്തിക്കുന്നത്. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രഡ്ജറിൻ്റെ സാമ്പത്തിക ചിലവ് ആര് വഹിക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തത കർണാടക സർക്കാർ വരുത്തിയിരുന്നില്ല. പലതരത്തിലുള്ള ആശയക്കുഴപ്പവും വ്യക്തതക്കുറവും അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതാണ് ഇത്തരത്തിൽ അനന്തമായി നീണ്ടുപോകാൻ കാരണം. ഇതിന് 96 ലക്ഷം രൂപ മുടക്കിയാണ് ഈ പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അതിന് പണം മുടക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഡ്രഡ്ജർ എത്തുന്നത് വൈകിയത്. പിന്നീട് അർജുൻ്റെ കുടുംബം, അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ബംഗളൂരുവിൽ നേരിട്ടെത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. അന്ന് ആവശ്യപ്പെട്ടത് അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണം. കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കും കാണാതായിട്ട് ദിവസങ്ങളായി. കുടുംബത്തിന് അതറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനമെടുക്കുകയായിരുന്നു. ഈ തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ചത്. 4 ദിവസം ഗോവയിൽ നിന്ന് യാത്ര ചെയ്താണ് ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്കാണ് ഈ ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഡ്രഡ്ജർ സജ്ജമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏത് സമയത്തും പരിശോധന നടത്താൻ സജ്ജമായിരുന്നു. എന്നാൽ 1 മണിയോടുകൂടി നമ്മൾക്ക് പരിശോധന ക്കാൻ കഴിയുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി ഉടമ അറിയിച്ചു. എന്നാൽ അധികൃതർ ആ സമയത്ത് അനുമതി കൊടുക്കാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിരുന്നില്ല. SP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നില്ല. സ്ഥലം MLA, ആദ്യഘട്ടം മുതൽ ഇവിടെയുള്ള സ്ഥലം MLA സതീഷ് കൃഷ്ണസെയിൽ സ്ഥലത്തെത്തിയിരുന്നില്ല. അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വൈകുന്നേരം 5:30 വരെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഗംഗവാലി പുഴയിൽ തൊട്ട് താഴെയായി 500 മീറ്റർ താഴെ നങ്കൂരമിട്ട് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇവരെത്തിയ ശേഷമാണ് ഈ ഷിരൂരിൽ അപകടം നടന്ന ഈ സ്ഥലത്ത് പരിശോധന നടത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചത് വൈകുന്നേരം 6 മണിയോടുകൂടി. അതുകൊണ്ടാണ് പരിശോധന ഇന്നത്തേക്ക് നീണ്ടത്. ഒരുപക്ഷെ ഇന്നലെ തന്നെ പരിശോധന ആരംഭിക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6 മണി വരെ ഒരു 4-5 മണിക്കൂർ പരിശോധന നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പലതരത്തിലുള്ള കാരണങ്ങളാണ് അവർ പറയുന്നത്. ഔദ്യോഗികമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞത്. പക്ഷേ എന്താണ് ആ ഔദ്യോഗിക കാര്യം എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. 5 മണിക്കൂർ പരിശോധന നടത്താനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അരമണിക്കൂർ വൈകിയാണ് പരിശോധന ആരംഭിക്കുന്നത്. ഈ പരിശോധന ഏതായാലും പ്രതീക്ഷയോടെ കാണാം. നിലവിൽ 3 ദിവസത്തെ കരാറാണ് ഈ കമ്പനിയുമായി ഉള്ളത്. 3 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമില്ല. ആവശ്യമാണെങ്കിൽ അത്തരം കാര്യത്തിൽ പരിശോധന നടത്താമെന്നാണ് MLAയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് 3 ദിവസമാണ് കരാർ. പരിശോധന നീട്ടേണ്ടതുണ്ടെങ്കിൽ, തെരച്ചിൽ നീട്ടേണ്ടതുണ്ടെങ്കിൽ സർക്കാർ
പറയുന്നതിനനുസരിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ 3 ദിവസത്തിന് അകം തന്നെ എന്തെങ്കിലും കാര്യമായ വിവരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാകും നിലവിലുള്ളത്. മറ്റൊരു തരത്തിലായാൽ മറ്റൊരു വിവരവും ലഭ്യമാകാത്ത സാഹചര്യമായാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതൊരു പക്ഷേ ഈ പരിശോധന നീട്ടിക്കൊണ്ടു പോകാനാണോ അല്ലെങ്കിൽ എന്നേക്കുമായി ഇത് അവസാനിപ്പിക്കാനാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും 3 ദിവസത്തെ പരിശോധന കഴിഞ്ഞ് അത്തരം കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈ പരിശോധനയുടെ ഒരു രീതി എന്ന് പറയുന്നത്, തൊട്ടടുത്തൊരു ബാർജുണ്ട്. ഡ്രഡ്ജറിന് തൊട്ടടുത്തായി നിൽക്കുന്ന ഈ ബാർജിലേക്ക് മണ്ണ്, അതോടൊപ്പം തന്നെ കല്ലെല്ലാം തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് മാറ്റി അത് പിന്നീട് പുഴയുടെ മറ്റേതെങ്കിലും വശത്തോ അല്ലെങ്കിൽ കരയോട് ചേർന്ന് ഏതെങ്കിലും ഭാഗത്തോ കൊണ്ടുപോയി വളരെ പെട്ടെന്ന് നിക്ഷേപിച്ച് തിരിച്ചു വരിക. ഈ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും മരത്തടികളോ മറ്റ് ഭാരമുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ കഴിയുന്ന സംവിധാനവുമുണ്ട്. ഈ 2 സംവിധാനമാണ് ഈ ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ മണ്ണ് അതിലേക്ക് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രഡ്ജർ നിൽക്കുന്നത് ഈ കോണ്ടാക്ട് പോയിന്റ് 4-ൽ നിന്ന് ഏതാണ്ട് ഒരു 30-35 മീറ്റർ താഴെയാണ്. ഇപ്പോൾ ഈ കോണ്ടാക്ട് പോയിന്റ് 4-ൽ ഈശ്വർ മാൽപ്പെ അതിന്റെ പരിസരത്ത് മുങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ പരിശോധനയുടെ ഭാഗമായിരുന്ന ആളാണ് ഈശ്വർ മാൽപ്പെ. എന്നാൽ പിന്നീട് പരിശോധനയ്ക്ക് വരുമ്പോഴെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കി. ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്, ഈശ്വർ മാൽപ്പെ രാവിലെ മണിക്ക് പരിശോധന നടത്തിയിരുന്നെങ്കിൽ വളരെ സുഗമമായി ഈ കൃത്യമായ പരിശോധന നടത്താമായിരുന്നു. ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ ഒരു സമയത്തോടടുക്കുന്നു. പുഴയിലെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ടാകും. ഈശ്വർ മാൽപ്പെ നിരന്തരമായി അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഇപ്പോൾ 8:30 അദ്ദേഹത്തിന് മുങ്ങി പരിശോധന നടത്താൻ അനുമതി നൽകിയത്. ഏതായാലും അദ്ദേഹം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിഞ്ഞ പുഴയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃത്യമായി കാര്യങ്ങൾ കണ്ട് പരിശോധന നടത്താൻ കഴിയും. നേരത്തെ ടോർച്ചടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ അങ്ങനെ ടോർച്ച് ഉപയോഗിച്ച് പരിശോധിക്കേണ്ട സാഹചര്യമില്ല. സ്വിമ്മിംഗ് പൂളിൽ എന്ന പോലെ തെളിഞ്ഞു നിൽക്കുകയാണ് ഗംഗാവാലി പുഴ എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. അതുകൊണ്ട് ഈശ്വർ മാൽപ്പയുടെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന്റെ തൊട്ട് താഴെയായി 30-35 മീറ്റർ മാറിക്കൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു. ഈ കോണ്ടാക്ട് പോയിന്റ് 4-ന്റെ ചുറ്റുമായി 50 മീറ്റർ ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ 3 ദിവസം കൊണ്ട് പരമാവധി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിവരം ലഭ്യമാകുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. മനു. ശരി, സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയതായാലും ഇപ്പോൾ അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നു. ഏറ്റവും അനുകൂലമായൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പുഴ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം തന്നെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മഴയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഈ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 3 ദിവസമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇത്തവണത്തെ ഈ പരിശോധനയിൽ എന്തെങ്കിലും അർജുന എന്തു പറ്റി എന്നതിനറിയാനുള്ള എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.